ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയോട് ഇങ്ങനെ സത്യം പറയാണ്. ആവശ്യം എൻ്റേതായി. എൻ്റെ ഏട്ടൻ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഓരോ വഴികളും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് ഇപ്പോഴും തിരുത്താൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യം എൻ്റേതായി പോയി. എനിക്ക് എൻ്റെ ഏട്ടനോട് കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ സുശീല പറയണേ, ഇവിടെ ഒരു അടി നടക്കും, അതിനുള്ള ആ ഒരു സീന് നീ ഉണ്ടാക്കണ്ടെന്ന് പറയണം. ഇത് കേൾക്കുന്ന പ്രതിഭ പറയണേ, സത്യേട്ട ഇവിടെ ഒരു വഴക്കുണ്ടാക്കേണ്ട, ഇന്ദ്രേട്ടൻ വരുന്നുണ്ട്, നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ കടന്നു വരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ കുടുംബക്കാര്യമാണ്, അക്കാര്യത്തിൽ നീ ഇടപെടേണ്ട, അതുകൊണ്ട് നീ അകത്തോട്ട് കയറിപ്പോയിക്കോ എന്നിങ്ങനെ സത്യം പറയുന്നു കേട്ടോ. പക്ഷെ പ്രതിഭയ്ക്ക് സമാധാനമില്ല. അങ്ങനെ ഇന്ദ്രൻ കയറി വരുമ്പോൾ എന്താ അമ്മേ ഇവന് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്, നിന്റെ ഏട്ടത്തിയുടെ കാല് പിടിക്കാൻ നീ അങ്ങോട്ടേക്ക് ചെല്ലാൻ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. സത്യം, നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട, നമ്മൾ തമ്മിൽ വഴക്കിടുമ്പോൾ പ്രതിഭ അതിൽ ഇടപെടും, പിന്നീട് പ്രതിഭയെ ഞാൻ കൈവച്ചു എന്ന അപരാധം കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. അവൾ എന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട. അമ്മയെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ഇന്ദ്രനോട് സത്യം പറയണേ, അനുഭവിക്കുന്നത് ഈ അനുവേടത്തിയല്ല, അനുവേടത്തിക്ക് ആ വീട് ഇന്ദ്രേട്ടനും ഞാനും ഒക്കെപ്പാടെ കൂടി വാടകയ്ക്ക് എടുത്തു കൊടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സ്വപ്നമാണ് അനുവേടത്തിക്ക് എന്ന് നിറവേറിയിരിക്കുന്നത്. അനുവേടത്തിയുടെ സ്വന്തം അച്ഛൻ ആ വീട് സ്വന്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ അനുവേടത്തി ആ വീടിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രനും സുശീലയും ഒന്ന് ഞെട്ടുന്നുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനും ഈ പറയുന്ന ഷാമും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു പക്ഷേ വാടകയ്ക്ക് എടുത്തു കൊടുക്കുക ഒന്നൊക്കെ. പക്ഷെ വാടകയ്ക്കല്ല, അത് സ്വന്തം വീടാണ്, അനുവേടത്തേക്ക് ഇനി സ്വന്തമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സുശീല ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഈശ്വര, ഇവിടെ മാഷ് വന്നിട്ട് പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. തൻ്റെ ഉള്ളിൽ ഒരു പേടിയും വേവലാതിയൊക്കെ ഇങ്ങനെ വരികയാണ്. ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതിസന്ധിയിലാവാണ്. എന്തായാലും എനിക്ക് ഇന്ദ്രേട്ടനോട് പറയാനുള്ളത്, എൻ്റെ ഏട്ടനായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ദ്രേട്ടനോട് പറയാണ്, അമ്മയുടെ വാക്കുകൾ ഇന്ദ്രേട്ടൻ സ്വന്തം ജീവിതം തകർത്ത് കഴിഞ്ഞാൽ ഇന്ദ്രേട്ടന് വെളിവ് വരുന്ന ആ സമയം ഉണ്ടാവുമല്ലോ, അന്ന് ഒരു പക്ഷെ അനുവേടത്തെയും മോനും എത്രയോ അകലത്തെത്തിയിട്ടുണ്ടാവും, കൈയെത്തിയാൽ പിടിച്ചാൽ കിട്ടാത്ത ആ ദൂരമായിട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് അമ്മയുടെ വാക്കുകൾ കേൾക്കേണ്ട എന്നല്ല, കേൾക്കേണ്ടത് കേൾക്കണം. സ്വന്തം കുടുംബജീവിതം തകർത്തിട്ട് അമ്മക്കൊപ്പം നിന്നാൽ ഇന്ദ്രേട്ടൻ ഒറ്റപ്പെടുകയുള്ളൂ, അത് ചിന്തിച്ചാൽ ഇന്ദ്രേട്ടന് നന്ന് എന്ന് പറയാനിട്ടോ. എന്നും പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് സത്യൻ പോകുമ്പോൾ ഇന്ദ്രൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ കയറി വരേണ്ട. അപ്പോൾ സുശീല പറയണ, അവൻ്റെ വാക്കുകൾക്ക് നീ വില കൊടുക്കേണ്ട, അവൻ നിന്നെ കൊണ്ട് അനുപമയുടെ കാല് പിടിക്കാനുള്ള ആ പരിപാടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ സുശീല പറഞ്ഞ് മകൻ്റെ മനസ്സ് വീണ്ടും മാറ്റുകയാണ് കേട്ടോ. ഇതേസമയം രവി ആണെങ്കിലോ ഈ സുശീലയുമായുള്ള കൂട്ടുകെട്ട് കാരണം തൻ്റെ കുഞ്ഞിനെ പോലും ബാധിക്കും എന്നുള്ള ആ ഒരു പേടി അങ്ങനെ രവിയുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ രവി ഹർഷയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഹർഷ, എന്താ ഇന്ന് പതിവില്ലാത്തൊരു വരവ്, ഞാനും ഇപ്പോൾ 2 റൂമിലല്ലേ കിടത്തും, നിങ്ങൾ ഞാനുമായി സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിലോട്ട് വന്നത്. ഞാനും നീയുമായി ബന്ധമില്ലെന്ന് തോന്നാൻ എന്താ കാരണം? ഈ പറയുന്ന ഇവിടുത്തെ ആ സുശീലയുടെ വരവ്, അവരുടെ വരവ് അത്ര സുഖമില്ല. അതുകൊണ്ട് നീ ചെയ്യുന്നത് ഹർഷേ പാപമാണ്. അവർക്കൊപ്പം നിന്നിട്ട് നീ നമ്മുടെ കുഞ്ഞിന് പോലും ആ ശാപം പിടിച്ചു വാങ്ങാൻ നിൽക്കണ്ട. എന്താ, നിങ്ങൾക്ക് അനുപമയെ തൊടുമ്പോൾ പൊള്ളുന്നുണ്ടോ? അനുപമയെ തൊടുമ്പോൾ പൊള്ളുന്നതല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ എന്തിനാ സ്വസ്ഥതയും സമാധാനം കിടത്തുന്നത്? നിനക്കതിൽ നിന്ന് എന്ത് ആനന്ദമാണ് കിട്ടുന്നത്? എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അതിൻ്റെയൊക്കെ ശാപം നമ്മുടെ കുഞ്ഞിൻ്റെ തലയിലാണ് വന്ന് വീഴുന്നത്. നിനക്കൊപ്പം കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞിനും കിട്ടും എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ ശപിക്കുന്നത്? പിന്നെ എൻ്റെയും കൂടി കുഞ്ഞല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഹർഷ ഞെട്ടിപ്പോവാണ് കേട്ടോ. എൻ്റെയും കൂടി കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സുശീലയുമായുള്ള ഒരു കൂട്ടുകെട്ട് നിനക്ക് വേണ്ട. അത് ഹർഷയെ നിനക്ക് ദോഷമേ ചെയ്യുള്ളൂ, അത് നല്ലതിനാവില്ല. അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിന്നരികിലോട്ട് വരുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ വിളിച്ചിട്ട് ചീരുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അച്ഛൻ എൻ്റെ പേരിൽ വീട് വാങ്ങി തന്നു എന്നുള്ള സത്യം പറയാണ്. അപ്പോൾ അത് ആദ്യം ഭാനുമ്മയോട് പറയുന്നുണ്ട്. എനിക്കൊരിക്കലും വിശ്വസിക്കാനാവുന്നില്ല, ഇവിടെ നിന്നും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിറങ്ങുന്ന ഈ സമയത്ത് അച്ഛൻ ഇത്രയും വലിയൊരു സർപ്രൈസ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്നെ അരികിലോട്ട് വരാത്തതിൽ എനിക്ക് വളരെ ടെൻഷനുണ്ടായിരുന്നു. അച്ഛൻ പോലും എന്നെ തള്ളിപ്പറയുമ്പോൾ എന്നൊരു പേടിയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ തള്ളിപ്പറയാതെ എനിക്കൊപ്പം അച്ഛൻ നിന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടും ഭാനുമ്മയോടും ചീരുവിനോടൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ചീരു പറയണേ, ഞാനിപ്പോൾ ഇവിടെ ദാസങ്ങളിനോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ മനസ്സ് കാണുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ നമ്മളറിയാതെ തന്നെ അച്ഛൻ നമുക്കൊരു വഴി കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. അങ്ങനെ ദാസനോട് കാര്യങ്ങളൊക്കെ ചീരു ഫോൺ വെച്ചതിന് ശേഷം പറയണേ, ആ വീട് അനുചേച്ചിക്ക് എൻ്റെ അച്ഛൻ മേടിച്ച് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അണ്ണൻ അതുതന്നെയാണ് കുറച്ച് ദിവസമായി ഇവിടുന്ന് എങ്ങോട്ടൊക്കെ നെട്ടോട്ടം ഓടുന്നു, എന്നാൽ ആ വിജയം പോലെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്
ദാസ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയം ദാസ് പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല, അണ്ണൻ എന്തായാലും നല്ലൊരു കാര്യം ചെയ്തല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും ഇന്ദ്രൻ ഇങ്ങനെ മനസ്സമാധാനം തേടി അമ്പലത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. സത്യൻ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ വല്ലാതെ മനസ്സിന് തന്നെ തട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഭാനുമയെ കാണണേ. അപ്പോൾ എന്തിനാ എടാ, നീ ഒന്ന് അവിടെ നിന്നേടാ, നീയും നിൻ്റെ അമ്മയുടെയും വൃത്തികെട്ട മനസ്സ്, നീ എപ്പോഴൊക്കെയോ നീ പഴയ ആ ഇന്ദ്രനിൽ നിന്നും മാറ്റം വന്നിരുന്നു എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതേപോലെ തന്നെ നീ ആയിരിക്കുന്നു. എന്നാൽ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നീയും നിൻ്റെ അമ്മയും ഇന്നലെ ആ വീട്ടിൽ വന്നത് അനുപമ ആ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാനുള്ള ആ മനസ്സോടുകൂടിയല്ലേ, ആ ദുഷ്ട ചിന്താഗതിയോടുകൂടിയല്ലേ, അവൾക്കൊരു ഇടമില്ലാത്ത ആ അവസ്ഥ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇത് കാണാൻ വേണ്ടിയല്ലേ, അവളുടെ കണ്ണീര് കണ്ട് സന്തോഷം കണ്ടെത്താനല്ലേ നീ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവളുടെ അച്ഛന് പഴയതുപോലെയല്ല, അനന്തം മാഷ് ഇപ്പോഴെല്ലാത്തിനും കഴിവുള്ളൊരു മനുഷ്യനാണെന്ന് നീ മനസ്സിലാക്കണം. നിൻ്റെ ജീവിതം നീ തന്നെ തകർത്തും കൊണ്ടിരിക്കുന്നു, അത് നീ ആലോചിക്കണം. നിൻ്റെ അമ്മയുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിന്നെ ഉപയോഗിക്കുകയാണ്. നീ അറിയാത്ത പല കാര്യങ്ങളും ആ വീട്ടിൽ നടക്കുന്നുണ്ട്, നീ അറിയാത്ത പല കാര്യങ്ങളും നിൻ്റെ അമ്മ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിന്നെ മറച്ചു വെക്കുകയാണ്. എന്നാൽ അതെല്ലാം കണ്ണടിച്ച് ഇരുട്ടാക്കാൻ നോക്കരുത് ഇന്ദ്രൻ, നിനക്ക് ഒരു ജീവിതം എന്നും നിൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവില്ല. ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഭാര്യയും മക്കളൊക്കെ വേണം, അത് ഞാൻ ആലോചിക്കുന്നത് നല്ലതാണ്. പ്രായം എത്തിക്കഴിഞ്ഞാൽ ഭാര്യയില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അമ്മ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രനെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഞെട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അനുപമയുടെ അടുത്തോട്ട് ചെന്നാൽ ചൂലിൻ്റെ അപ്പുറമല്ല, അതും എടുക്കും അനുപമ. എന്നാൽ ഈ സമയം സുശീലയെ ഇനി അപകടത്തിലാക്കുന്ന വേറൊരാൾ വരികയാണ് കേട്ടോ. സുശീല രാവിലെ എണീറ്റ് വരുമ്പോൾ വീട്ടിലോട്ട് ഒരു ഗുണ്ട കയറി വരുന്നുണ്ട്. അങ്ങനെ ബൈക്കിൽ നിന്നും ആ ഗുണ്ട ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ സുശീലക്ക് ആകെ പേടിയാവണം. ഈശ്വര, അവനെ കണ്ടിട്ട് തന്നെ ഒരു വശപിശക്ക് തോന്നുന്നുണ്ടല്ലോ, ഇതെവിടുന്നാണ് ഈ സാധനം വരുന്നത് എന്ന ആ ഒരു ഇതിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവനാണെങ്കിലോ ഏറ്റുമുട്ടാനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ സുശീല പേടിച്ച് വിരസ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് ആരുമല്ല, കുഞ്ഞമ്മണിയുടെ മകൻ മുരുകനായിരിക്കും കേട്ടോ. കുഞ്ഞമ്മയുടെ മകൻ മുരുകനായിരിക്കും. അങ്ങനെ മുരുകൻ മുന്നിലോട്ട് കടന്നു വരുന്നത് കാണുമ്പോൾ സുശീലക്ക് അറിയില്ല ആരാ എന്താ, മര്യാദക്ക് ആ തള്ളയെ അങ്ങ് വിളിക്ക്. എന്ത് ആ തള്ളയെ? ഏത് തള്ള? നിങ്ങളോടാ പറഞ്ഞത് മര്യാദക്ക് ആ തള്ളയെ ഇങ്ങോട്ട് വിളിക്കാൻ. ഇവിടെ തള്ളയൊന്നുമില്ലല്ലോ, ആരെയും നിങ്ങൾ ഉദ്ദേശിച്ചത്? വേലത്തരം എൻ്റെ അടുത്ത് വേണ്ട, ഇത് മുരുകനാണ്, മുരുകനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ സുശീല ഒന്ന് ഞെട്ടാണ് കേട്ടോ. ഈശ്വര, അന്ന് കുഞ്ഞമ്മ വന്നിട്ട് പറഞ്ഞ ആ മുരുകൻ ഇവനായിരുന്നു എന്ന ഭാവത്തിൽ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഒളിപ്പിച്ച് വെക്കേണ്ടവരെ, മര്യാദക്ക് ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് നന്ന്, അതല്ലെങ്കിൽ വീട് കയറി ആക്രമിക്കും, അതല്ലെങ്കിൽ പണം മര്യാദക്ക് തന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ സുശീല പേടിച്ച് വിറക്കുന്നു കേട്ടോ. അങ്ങനെ ഇനി കുഞ്ഞമ്മയുടെ ഈ മുരുകൻ കാരണം സുശീലയ്ക്ക് ചില ദുരന്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുകയാണ്. സുശീലയെ ഗുണ്ടയെ ഉപയോഗിച്ച് അനന്തം മാഷിന് എന്തെങ്കിലും കാണിക്കുക എന്നൊക്കെ ചിന്തിക്കും. സുശീലയുടെ പണമിറക്കി മുരുകനെ കൂട്ടുപിടിക്കുമ്പോൾ സുശീലക്ക് അതിലപ്പുറം തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്നത്. കൂടെ ഹർഷയും ഉണ്ടാവും കേട്ടോ.